അതുപോലെ തന്നെ ചില ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വെൽ പ്ലാൻഡ് അല്ലാത്തവർക്ക് ഒരു സ്റ്റാർട്ട് ചെയ്യണം, ഇതിനെക്കുറിച്ചൊന്നും ഇൻ ഡീപ്ലി ഒന്നും അറിയില്ല, ഒരു ട്രയൽ റൺ ചെയ്യണം, ഒരു ആണെങ്കിൽ ലൈവായിട്ട് കൊടുക്കുന്ന ടീമൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈവിൽ സൂമോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കുറച്ച് സ്റ്റുഡൻസ്, കാരണം നമ്മളൊരു അതല്ല നമ്മൾ വെൽ പ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും രണ്ടാമത്തെ സ്റ്റേജാണ്, മൂന്നാമത്തെ സ്റ്റേജിലും നമ്മൾ ചെയ്യേണ്ടത് വെൽ പ്ലാൻഡ് ആണെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ 3 സ്റ്റേജാണ്. ഒന്ന് നമ്മളൊരു ഫസ്റ്റ് സ്റ്റേജിൽ ഒരു പ്ലാൻഡ് അല്ല, വേറെ പ്രൊഡക്റ്റ് മോഡലുണ്ട്. സംഭവം ഇപ്പോൾ പ്രൊഡക്റ്റ് മോഡൽ എടുക്കുകയാണെങ്കിൽ ചെയ്യുമ്പോൾ അവർക്ക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിലൊക്കെ ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഇതിന്റെ ബാക്ക് എൻഡും ഡാറ്റാബേസും ഇതിന്റെ എല്ലാ സ്ട്രക്ചറും ചെയ്തിട്ടുള്ളത് ആ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ആയിരിക്കും. അവരെന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. നമ്മൾക്ക് ഇപ്പോൾ ലൈവ് വേണം, ലൈവ് റെക്കോർഡ് ചെയ്ത് വരണം, അതിന് ഇന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് ഇന്ന എക്സാംസ് മൊഡ്യൂൾസുകൾ വരണം, അത് ഇന്ന ലോക്കിംഗ് സിസ്റ്റം വേണം, അതിന് സ്റ്റഡി മെറ്റീരിയൽസുകൾ വേണം. എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി കുറയും. ഇപ്പോൾ ഒരു ടീച്ചറിന് തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഒരു 50 സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നിടത്ത് ഇതിൽ 500-1000 സ്റ്റുഡൻസിനെ വരെ ഒറ്റ ടൈമിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതൊക്കെ വെർട്ടിക്കൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും? അപ്പോൾ അത് പറയുമ്പോൾ മെക്കാനിക്കൽ സൈഡ് അല്ലെങ്കിൽ റിപ്പയറിംഗ് സൈഡ്, ഇങ്ങനെ ഇത്തരം എഡ്യൂക്കേഷൻസിനൊക്കെ ഇത് പോസിബിൾ ആണോ? ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മേജറായിട്ട് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. അപ്പോൾ കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം എന്നുള്ളൊരു സംഗതി. അതായത് ട്രഡീഷണൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ നിന്ന് ആളുകൾ ഓൺലൈൻ ക്ലാസ്സിലോട്ട് കൂടി മൈഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ തന്നെ ക്ലയൻറ്റ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ഈ ഒരു മേഖലയിൽ എൻക്വയറി വരുന്നതും എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം കേരളത്തിൽ. അതെ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിന് ഈ ഓൺലൈനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അതല്ല കംപ്ലീറ്റ്ലി ഹൈബ്രിഡ് ആയിട്ട് പോകാൻ പറ്റും, ആ ഒരു രീതിയിലേക്കാണല്ലേ? ഓക്കെ. ഇപ്പോൾ നമുക്ക് വരുന്ന എൻക്വയറീസിൽ എഡ്യൂക്കേഷനാണ് നമ്മൾ കൂടുതൽ ഇപ്പോൾ കേരളത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, കാരണം ഒരുപാട് ആൾക്കാർക്കുള്ള എൻക്വയറീസ് ഉണ്ട് അതിൽ. ഇപ്പോൾ ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് എൻറോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്, ചില ബിസിനസ്സിലേക്ക് അഥവാ ഈ ലേണിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റാത്ത മോഡൽ ഓഫ് ബിസിനസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ ചില ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വെൽ പ്ലാൻഡ് അല്ലാത്തവർക്ക് ഒരു സ്റ്റാർട്ട് ചെയ്യണം, ഇതിനെക്കുറിച്ചൊന്നും ഇൻ ഡീപ്ലി ഒന്നും അറിയില്ല, ഒരു ട്രയൽ റൺ ചെയ്യണം, എന്താ പറയുക ജസ്റ്റ് ഓക്കെ ആണെങ്കിൽ മുന്നോട്ട് പോകാന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടിങ് മോഡൽ ഓഫ് പ്ലാനിങ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ ഒരു മോഡൽ. നമുക്കൊരു പ്രൊഡക്റ്റ് മോഡൽ ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ വെർട്ടിക്കൽസ് ഓൾറെഡി ഉണ്ട്, അതല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി മൊഡ്യൂൾസുകളൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം. പക്ഷെ അതിലുള്ളൊരു മൈനസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡാറ്റ ഇപ്പോൾ നമ്മൾ വൈറ്റ് ലാബിൽ ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അത് അപ്പോൾ ഡാറ്റാസൊക്കെ അവർ അണ്ടർ തന്നെ ആയിരിക്കും വരിക, സെർവറൊക്കെ അവരെ അണ്ടറിലേക്ക് ബേസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. പക്ഷെ ഇതിൻ്റെ ഒരു മൈനസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത ഒരു ഡിസൈൻ പാറ്റേണിലായിരിക്കും നമ്മൾ ചെയ്ത് പുറത്തേക്ക് കൊടുക്കുക. പക്ഷേ ഒരു ഫണ്ടിങ് ഇഷ്യൂ ഉള്ളവർക്ക് അതേപോലെ തന്നെ എൻറോൾ ചെയ്യണമെങ്കിലും പിന്നെ ഒരു കാരണവശാലും ഇതിലേക്ക് എൻറോൾ ചെയ്യുമ്പോൾ ഒരു ഫണ്ട് കാറ്റഗറി നമ്മൾ ചെറുതായിട്ട് വേണം, ഒരു ഫണ്ടിങ് നമ്മുടെ ബാക്കിൽ വേണം. കാരണം പ്രൊഡക്റ്റ് ഉണ്ടാക്കിയോണ്ട് കാര്യമില്ല, അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ അത് ആപ്പ് ഉണ്ടാക്കാൻ മാത്രമല്ല വേണ്ടത്, അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം. ചില ആൾക്കാർക്ക് പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കും, ചിലപ്പോൾ ഓൾറെഡി ഒരു ഓഡിയൻസ് ബേസ് ഉണ്ടാവും. അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ സ്വയമേ ഇവാലുവേറ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് വരുമ്പോൾ ആ ഇവാലുവേഷൻ നമുക്ക് ഭയങ്കര റിസ്ക് ഉള്ള ഒരു ഏരിയ, കാരണം ഇവരെ ബാക്കപ്പ് എങ്ങനെയാണെന്നുള്ളതൊന്നും ആരും ക്ലയൻസിനൊന്നും അങ്ങനെ പറയില്ല. ചിലപ്പോൾ നമ്മളൊരു അത്രയും കണക്റ്റഡ് ആകുമ്പോൾ ജസ്റ്റ് ടോക്കിങ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പോലും ഫസ്റ്റ് ഇനീഷ്യലി പറയില്ല. ബാക്കിയുള്ള ഏരിയയിലാണ് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമുക്ക് അവരോട് ചോദിക്കും, നമ്മൾ ഒരു ആദ്യം തന്നെ എടുക്കുമ്പോൾ ചോദിക്കുന്നത് സാർ ഏത് കാറ്റഗറിയിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ആ ഒരാൾ ഏത് കാറ്റഗറിയിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ സാറിന് എന്താണ് സാറിൻ്റെ പ്ലാനിനെ കുറിച്ച് ചോദിക്കും, എന്താണ് ചെയ്യുന്നത്, ഇവർ വെൽ പ്ലാൻഡ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കും. കാരണം ഇത് നമുക്ക് ഒരു ആപ്പ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല, നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രൊഡക്ട്സ് അവരെ എത്രയും സക്സസ്ഫുള്ളി റൺ ചെയ്യണം. അപ്പം അങ്ങനത്തെ കൈൻഡ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ നോക്കിയെടുക്കുള്ളൂ. അല്ലാത്തവരോട് നമ്മൾ എന്താണ് ഇപ്പം ടൈം ആയിട്ടില്ല സാർ ഈ ഒരു രീതിയിലേക്ക് പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആപ്പൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഒരു ട്രയൽ റൺ ചെയ്യുന്നത് നല്ലതാണ്. അതിന് വെച്ചാൽ ഒരു മാനുവൽ പ്രോസസ്സ് കംപ്ലീറ്റ്ലി എന്ന് പറയാം. ഇപ്പം വേണമെങ്കിൽ ലൈവായിട്ട് കൊടുക്കുന്ന ടീമൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈവിൽ സൂമോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കുറച്ച് സ്റ്റുഡൻസ്, കാരണം നമ്മളൊരു പ്ലാറ്റ്ഫോം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എന്താണ് ലാർജ് സ്കെയിൽ ഓഫ് യൂസേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്തിട്ട് ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? കാരണം ഇപ്പോൾ
അലീം ഒരു എഡ്യൂക്കേഷൻ ബിസിനസ് റൺ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് സെയിം സാധനം എടുത്തിട്ട് ഞാൻ ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി വിജയിക്കണം എന്നുണ്ടാവില്ല. പക്ഷേ എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു സിസ്റ്റവും നമ്മുടെ ടീമും നമ്മളെ മൈൻഡ് സെറ്റും അലീമിൻ്റെ മൈൻഡ് സെറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ആ രീതിയിലേക്ക് ആവണം പ്രൊഡക്ട്സിനെ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ബേസ് ആകുമ്പോൾ അതിൻ്റെ സ്കെയിലബിലിറ്റി ഇഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഓണർഷിപ്പ് ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ പല തേർഡ് പാർട്ടി പ്രൊഡക്റ്റ് ബേസുകളുണ്ട് മാർക്കറ്റിൽ. ഇതിൽ എൻറോൾ ചെയ്തിട്ട് പിന്നീട് നമുക്ക് കൂടുതലും അങ്ങനെയാണ് നമ്മുടെ ക്ലയൻറ്റ് ബേസിൽ എനിക്കറിയാം. നമുക്ക് വരുന്ന ക്ലയൻറ്റ് ബേസ് എന്ന് പറയുന്നത് ഓൾറെഡി തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ബേസ് യൂസ് ചെയ്തിട്ട് അതിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം അതിലൊരു സ്കെയിലബിലിറ്റി ലിമിറ്റേഷൻ ഉണ്ടാവും. പക്ഷെ അവർ ചെയ്ത റൈറ്റാണ്, റോങ് ആണ് ഞാൻ പറയുന്നില്ല, റൈറ്റാണ്. കാരണം അവർക്ക് അന്നത്തെ ഒരു ഇത് വെച്ചിട്ട് അവർ ചെയ്തു. അതിനുശേഷം വരുമ്പോൾ അവർക്ക് ഇന്ന രീതിയിലേക്ക് വേണം. സ്റ്റേജ് കഴിഞ്ഞാൽ അത് സ്വിച്ച് ചെയ്യേണ്ടി വരും. ഇനി അതല്ല നമ്മൾ വെൽ പ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും രണ്ടാമത്തെ സ്റ്റേജാണ്, മൂന്നാമത്തെ സ്റ്റേജിലും നമ്മൾ ചെയ്യേണ്ടത് വെൽ പ്ലാൻഡ് ആണെങ്കിൽ. ഞാൻ പറഞ്ഞില്ല 3 സ്റ്റേജാണ്. ഒന്ന് നമ്മളൊരു ഫസ്റ്റ് സ്റ്റേജിൽ ഒരു പ്ലാൻഡ് അല്ല, ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 10%, 20% അല്ലെങ്കിൽ 50% താഴത്തേക്കാണ് നമ്മളെ പ്ലാനിങ്ങും വർക്കൗട്ട് ആവും എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് ആദ്യം ചൂസ് ചെയ്യാം. അത് നമ്മൾ വൈറ്റ് ലാബൽ ഒരുപാട് വൈറ്റ് ലാബൽ പ്രൊഡക്ട്സ് മാർക്കറ്റിലുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ അവരുടെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് നമ്മളൊരു ട്രയൽ ചെയ്ത് ഈ ട്രയൽ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതിൽ ആ ഡാറ്റാബേസ് ഇതൊക്കെ അവർ അണ്ടറിലായിരിക്കും സെർവേഴ്സ്, പിന്നെ അവർക്ക് കമ്മീഷൻസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ലോങ് ടൈമിലൊക്കെ നമ്മൾ അവരെ വെച്ച് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിലേറെ കോസ്റ്റ് നമുക്ക് അവിടെ മേ ബി വരും. അത് ഒരു ട്രയലിങ്ങിനൊക്കെ ഫാർ ബെറ്റർ ഓപ്ഷൻ അതാണ്. സെക്കൻഡ് ഫേസിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് പ്ലാൻഡ് ആണ്, കുറച്ചും കൂടി നമ്മൾ വിഷൻ ഓക്കെ ആണ്, നമ്മൾ അതിനുള്ള ബാക്കപ്പും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ബാക്കപ്പ് 2 രീതിയിലാവും, ഫണ്ടമെന്റലി ആവാം, അതല്ലാതെ നമ്മളൊരു കപ്പാസിറ്റി വെച്ചിട്ട് നമ്മൾക്ക് സ്റ്റുഡൻസ് വരും. ഇപ്പോൾ ചിലപ്പോൾ ഓർഗാനിക്കലി വരുന്ന കുറേ പ്ലാറ്റ്ഫോംസ് നമുക്കുണ്ട്. സോഷ്യൽ മീഡിയ ആണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ടാണ് പ്ലാനിങ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെയും ആൾക്കാരത്തേക്ക് ഡ്രൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ ഇന്റേണൽ കോൺഫിഡൻസ് ആണ്. അത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതിനെ പ്ലാൻഡ് ആണെങ്കിൽ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ബേസിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ പോകുമ്പോൾ എന്താ വെച്ചാൽ ഒന്ന് നമുക്കത് നമ്മുടെ രീതിയിലാവില്ല ആ പ്രോഡക്ട്സ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇതിൽ 2 ടൈപ്പ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇതിൽ അറിയാത്തൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട് ഇതിൽ. ഒന്ന് സർവീസ്, നമ്മൾ A to Z കാര്യങ്ങൾ കോഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന സംഭവമാണ്. അത് നമുക്ക് ഓൺഷിപ്പോട് കൂടി ബിൽഡ് ചെയ്യുന്ന സംഭവം. പിന്നെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് അവരുടെ ഓൺഷിപ്പിൽ അവരുടെ ഡാറ്റ എല്ലാം അവരുടെ അണ്ടറിൽ ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ആക്ച്വലി സർവീസ് മോഡൽ. വേറെ പ്രൊഡക്റ്റ് മോഡലുണ്ട്. സംഭവം ഇപ്പോൾ പ്രൊഡക്റ്റ് മോഡൽ എടുക്കുകയാണെങ്കിൽ സെയിം അവർക്ക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിലൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഇതിന്റെ ബാക്ക് എൻഡും ഡാറ്റാബേസും ഇതിന്റെ എല്ലാ സ്ട്രക്ചറും ചെയ്തിട്ടുള്ളത് ആ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ആയിരിക്കും. അവരെന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയില്ല. ഇപ്പം നമുക്കൊരു ഫീച്ചർ ആഡ് ചെയ്യണം, അത് പെട്ടെന്ന് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും സർവീസ് ബേസ്ഡ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ നമുക്ക് എന്താണ് ഒരു അല്ലാത്ത രീതിയിലാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രൊഡക്റ്റ് ബേസ്ഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിലുള്ള മാത്രമേ യൂസ് ചെയ്യാനുള്ളൂ. പിന്നെ ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ പ്രൊഡക്ട്സ് അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും ഓരോ ഫീച്ചേഴ്സ്. അപ്പം ഇതല്ലാത്ത രീതിയിൽ ചെയ്ത് ഒരു പ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം 100%ഉം ഈ വൈറ്റ് ലാബിലോ അതല്ലെങ്കിൽ പ്രോഡക്റ്റ് ബേസിലേക്കോ ചൂസ് ചെയ്യണം. വൈറ്റ് ലാബിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബിൽഡ് ചെയ്ത സാധനത്തിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പേര് കാര്യം. ഇതിൻ്റെ 2നും മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഓൾറെഡി എല്ലാവർക്കും ഒരേ ഡിസൈൻ ആയിരിക്കും എന്നുള്ളതാണ്. നെയിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ എല്ലാവർക്കും ഒരു കോമൺ ഡിസൈൻ ആയിരിക്കും. അത് നമ്മുടെ പ്രൊഡക്ട്സിന് ചില ഇപ്പോൾ ഹൈ ടിക്കറ്റ് ഓഫ് പ്രോഡക്ട്സ് ഹൈ വാല്യൂ കോഴ്സുകളാണ്. കമ്പാരിറ്റീവ്ലി മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഹൈ വാല്യൂ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീവ് പ്രൈസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണ് സ്റ്റുഡൻസിന് അതൊരു ഇതില്ലാതെ പോലെ തോന്നും, ഒരു വാല്യൂ ഇല്ലാതെ പോലെ തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ പല ടൂളുകളെയും ഇന്റർഫേസുകളും ഓൾറെഡി സിമിലർ ആയിട്ട് കണ്ടതുണ്ടാവും. അപ്പം നമ്മളതും ഈ ഇത്രയും പ്രൈസ് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ രീതിയിലാണോ എന്നുള്ളൊരു ബാക്കിങ് പൊതുവെ നമ്മളെ കസ്റ്റമേഴ്സും പറയാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവർ സ്വിച്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഇത് ഫസ്റ്റ് ഫേസിൽ നമുക്ക് ഈ രീതിയിലേക്കാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ക്ലയൻസ് വന്ന് നമ്മളൊരു എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ, അത് ഇതിന് വേറൊരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം മേ ബി. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് പറയുന്നത് ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആൾക്കാർ നമുക്ക് വന്ന ആൾക്കാരിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഈ ഡാറ്റൻ്റെ എല്ലാ ഓണർഷിപ്പും ആ പ്ലാറ്റ്ഫോമിനായിരിക്കും ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് സർവീസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോർമാറ്റിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
നമ്മൾക്ക് ഇപ്പോൾ ലൈവ് വേണം, ലൈവ് റെക്കോർഡ് ചെയ്ത് വരണം, അതിന് ഇന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് ഇന്ന എക്സാംസ് മൊഡ്യൂൾസുകൾ വരണം, അത് ഇന്ന ലോക്കിംഗ് സിസ്റ്റം വേണം, അതിന് സ്റ്റഡി മെറ്റീരിയൽസുകൾ വേണം, പിന്നെ നമ്മളതായിട്ടുള്ള എന്തെങ്കിലും യൂണിക് കൺസെപ്റ്റുകൾ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇങ്ങനത്തെ എന്ത് കാര്യങ്ങളുണ്ടോ അത് മാർക്കറ്റിംഗ് ടൂൾസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് കസ്റ്റമൈസറിലാണ് പോസിബിൾ ഉണ്ടാവും. വൈറ്റ് ലാബിലാകുമ്പോൾ ഒരു പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചൊരു പ്രീ സ്ട്രക്ചർ ചെയ്ത് വെച്ചൊരു മെത്തേഡിൽ നമുക്ക് റൺ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതേപോലെ വൈറ്റ് ലാബിലും അതുപോലെ തന്നെ പ്രോഡക്റ്റ് ബേസും ചെയ്യുമ്പോൾ പിന്നീട് വൈറ്റ് ലാബിൽ പിന്നെ ഒരു ഡെവലപ്മെന്റ് പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചതുകൊണ്ട് അതൊരു പിന്നെ കോഡ് ചെയ്തിട്ട് അവരെ സെർവറിലേക്ക് മാറ്റി നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. സെർവർ ഇൻഡിവിജ്വലി എടുക്കാറ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മോഡൽ ചെയ്യുമ്പോൾ ഇവർക്ക് എന്താണ് കുറച്ചും പ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് സെക്കൻഡോ തേർഡ് മോഡലൊക്കെ ചെയ്യുന്നത് നല്ലത്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്കൊരു ടീച്ചേഴ്സ് ലോഗിൻ സിസ്റ്റങ്ങൾ, ഇപ്പോൾ ഒരു പറയുകയാണെങ്കിൽ സ്റ്റുഡൻസ് പോർട്ടൽ, ടീച്ചേഴ്സ് ലോഗിൻ, അതുപോലെ തന്നെ അഡ്മിൻസ്, ഇതൊക്കെ ആയിട്ടുള്ള പിന്നെ ടീച്ചേഴ്സിന് ഒരു ചാറ്റ് ചെയ്യാൻ ഓപ്ഷൻസ്, മൊഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പ്ലാൻ ചെയ്യാം. സ്റ്റുഡൻസിൻ്റെ മെട്രിക്സ് കിട്ടുക, ഇവരെന്തൊക്കെയാണ് അറ്റൻഡൻസ് കയറുന്നത്, ഇവർ കയറിയില്ലെങ്കിൽ ഇവർക്ക് അലേർട്ട്സുകൾ പോകാൻ, അവർ പാരന്റിന് അലേർട്ട് പോകാൻ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും അതിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സ്പേസിൽ ഈ 3 പ്രൈസിൽ ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി നമുക്ക് എന്താണ് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഫണ്ടിങ് കൂടി നമ്മൾ കാണുമ്പോഴാണ് അതൊരു സ്കെയിലബിൾ പ്രൊഡക്ട്സ് ആയിട്ട് മാറാം. കാരണം ഇതിനെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ ഒരു ഒരു സ്ഥാപനം നമ്മൾ ഓഫ്ലൈനായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 അല്ലെങ്കിൽ ഒരു 500 സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യണമെങ്കിൽ അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണം. അത് നല്ലൊരു കോസ്റ്റ് ഉണ്ട്, അതിന് ഇന്റീരിയർ കോസ്റ്റ് ഉണ്ട്, ഡിപ്പെൻസ് ഏതൊക്കെ കോഴ്സിനനുസരിച്ച് ഇന്റീരിയൽസ് കാര്യങ്ങളൊക്കെ മാറ്റണം. സ്കെയിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതായത് 500 സ്റ്റുഡൻസിന് 1000 സ്റ്റുഡൻസിന് മാനേജ് ചെയ്യുന്നിടത്ത് അത്രയും കൂടി ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യാം. അതെ, അതിന്റെ ഒരു എന്താണ് 10-1 ഇതിന്റെ കോസ്റ്റ് ചിലപ്പോൾ എന്താണ് നമുക്കൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുള്ളൂ. അതിന്റെ ഒരു പോസിബിലിറ്റീസ്, അതായത് ഒരു 100 സ്റ്റുഡൻസിനും ഒരു 1000 സ്റ്റുഡൻസിനും ഒരേ കോസ്റ്റിലും ചിലപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നുണ്ടാവും. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു കാലിക്കറ്റ് ആണ്, ഈ കാലിക്കറ്റ് ഹൈലൈറ്റിൽ നമ്മളൊരു ഓഫീസ് ഒരു ഇത് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര സ്റ്റുഡൻസ് ഉള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ നിന്നിട്ട് ലോകത്തിൻ്റെ എവിടേക്കാണെങ്കിലും നമുക്ക് നമ്മളെ കോഴ്സ് സെല് ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റും ഇത്രയേ ഉള്ളൂ വരിക. അതാണ് അതിലൊരു മാറ്റം. മറ്റേ നമ്മളെ ഈ കാലിക്കറ്റ് ടൗണിലേക്ക് അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണം. അത് കമ്പാരിറ്റീവ്ലി റിസ്ക് ആണ്. ഇപ്പോൾ GCC പഠിക്കുന്നവർ അല്ലെങ്കിൽ അബ്രോഡ് പഠിക്കുന്നവർ, ഇവർക്ക് നമുക്ക് ആഡ് ഓൺ ആയിട്ട് കോഴ്സ് കൊടുക്കാൻ പറ്റുന്നത് ഇതൊന്നും എന്താണ് പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല. പിന്നെ എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി കുറവ്. ഇപ്പോൾ ഒരു ടീച്ചറിന് തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഒരു 50 സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നിടത്ത് ഇതിൽ 500-1000 സ്റ്റുഡൻസിനെ വരെ ഒറ്റ ടൈമിൽ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഇതേ ക്ലാസ്സിനെ വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻസ് എന്തെങ്കിലും ഉള്ളൂ നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോഴേ ഉണ്ടാവുള്ളൂ. റെക്കോർഡിങ് കണ്ട് വീണ്ടും കാണാൻ പറ്റും. ഒന്നൊരു സ്റ്റുഡൻറ്റ് ലീവാണ്, നാളെ സ്റ്റുഡൻസ് വരുമ്പോൾ ആ ഒരു ഗ്യാപ്പിംഗ് ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് പിന്നെ ഒരു സിമ്പിളായിട്ട് ജസ്റ്റ് ഓടിച്ച് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഒന്നുകൂടി ഈസി ഇതായിരിക്കും, വീണ്ടും കാണാം. അഥവാ വൺസ് ഇപ്പോൾ പല ആൾക്കാർക്കും പല രീതിയാണ്. ഇപ്പോൾ വൺസ് ഒരു ക്ലാസ് കേട്ടു, അതായത് ആ ഒരു ടൈമിൽ തന്നെ ക്യാപ്ചർ ചെയ്ത് കിട്ടണം എന്നുണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന് പ്ലസ് ആൻഡ് മൈനസ് എല്ലാത്തിലും ഉണ്ട്. പക്ഷെ നമുക്ക് സ്കെയിലബിൾ ആണ്. നമുക്ക് ഒരുപാട് ആൾക്കാർ സർവീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ്. ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അഡ്വാൻറ്റേജസ് ആണ് ഒരുപാടുള്ളത്. ഈ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതൊക്കെ വെർട്ടിക്കൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അത് പറയുമ്പോൾ മെക്കാനിക്കൽ സൈഡ് അല്ലെങ്കിൽ റിപ്പയറിംഗ് സൈഡ്, ഇത്തരം എഡ്യൂക്കേഷൻസിനൊക്കെ ഇത് പോസിബിൾ ആണോ?